നമ്മൾ കാട്ടിലേക്ക് പോവാണ്. കാടിൻ്റെതായ നിയമങ്ങളുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അപ്പം ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർക്ക് ഭയങ്കര ആകാംക്ഷ, ഇവിടെ ജാഗുർ ഉണ്ടല്ലോ, അനക്കോണ്ട ഉണ്ടോ, ഇതൊക്കെ ചോദ്യം തുടങ്ങി. പറഞ്ഞ് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, അവരൊക്കെ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അവരെ കാണുന്നില്ല. മരത്തോട് ചേർന്നൊരു പുറ്റു പോലെ സംഭവം ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇദ്ദേഹം ഈ ചൂരക്കമ്പ് ഇങ്ങനെ ഇറക്കിയിട്ട് ലൈറ്റ് അടിച്ചു. ഇതിങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു വലിയൊരു എട്ടുകാലി, കറുത്തൊരു എട്ടുകാലി. ഇത് കണ്ടപ്പോൾ എല്ലാവരും ആൾക്കാരൊന്ന് പുറകോട്ടൊന്ന് ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് വലിഞ്ഞു. ഈ ബോട്ടുകാരൻ അപ്പുറത്തെ ബോട്ടുകാരനോട് ഇങ്ങനെ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എന്തോ ഇങ്ങനെ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് കാണിച്ചു. അദ്ദേഹം ഇതിലോട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ പഠിപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ചാടി ഈ ചിങ്ങനി കുഞ്ഞിൻ്റെ തലയിലോട്ട് ഇങ്ങോട്ട് പിടിച്ചിങ്ങനെ പൊക്കി. ഞങ്ങൾ ഞെട്ടിങ്ങി പോയി, ഇതെൻ്റെ സംഭവം. നമ്മൾ അടുത്തത് പോകുന്നത് മനോസ് എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ്. എൻ്റെ ആമസോൺ യാത്ര ഇവിടെ തുടങ്ങുക. ആമസോണിൽ ബ്രസീലിലെ തന്നെ മനോസ്, നമ്മുടെ റെയിൻ ഫോറസ്റ്റിൻ്റെ മിഡിലേക്കാണ് ചെല്ലുന്നത്, മനോസിലേക്ക്. അപ്പം ഞാൻ അവിടെ തലേദിവസം തന്നെ അവിടുത്തെ യാത്രകളെല്ലാം ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. രാത്രി 8:30 ഞാൻ എല്ലാം ബോർഡിങ് എല്ലാം കഴിഞ്ഞു. കാരണം നമ്മുടെ സൈലൻറ്റ് എയർപോർട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, കാരണം നമ്മൾ വളരെ ആക്റ്റീവാണ്, വളരെ ഷാർപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത്. ഇനി എന്നാ സംഭവം നമുക്ക് അറിയത്തില്ലല്ലോ, ഇനിയിപ്പോൾ ഇവരത് പറഞ്ഞില്ലെങ്കിലോ എന്നോർത്ത്. ഒരു 3-4 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. 3 മണിക്കൂർ അങ്ങോട്ടും, അവിടുന്ന് വീണ്ടും ഒരു 3 മണിക്കൂർ വീണ്ടും ഉണ്ട് മനോസിലേക്ക്. അങ്ങനെ ഒരു 1:30 മണിയായപ്പോഴത്തേക്കും ഞാൻ മനോസിൽ എയർപോർട്ടിലെത്തി. ഞാൻ നേരെ അവിടുന്ന് യൂബർ വിളിച്ച് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിൽ ചെന്നു, ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ അവിടുന്ന് ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പോകാനായിട്ട്. അവർ വന്ന് നമ്മളെ ഹോട്ടലിൽ വന്ന് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു പിക്കപ്പ് ചെയ്യും. 8 മണിയാണ് ഒരു സമയം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഞാൻ നേരെ കയറി കിടന്നു. ഒരു 7 മണി വരെ കിടന്നുറങ്ങി. അങ്ങനെ ഒരു 3-4 മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടി. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ പാക്കേജുകാർ വന്ന് നമ്മളെ പിക്ക് ചെയ്തു. നേരെ എൻ്റെ വണ്ടിയിൽ ആകപ്പാടെ ഒരു ചൈനീസ് കപ്പിൾസ് ഉണ്ട്, അവർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരെ അവിടുന്ന് പോയി. അവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഇദ്ദേഹം നല്ല, ഈ ടൂർ ഗൈഡ് നല്ലപോലെ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗ്രാമത്തിൽ കയറി. ഞാൻ ചോദിച്ചു എന്തേരം ഉണ്ട്, ഇനി ആമസോണിൽ പോയി. എവിടുന്ന് ആമസോൺ കാട്ടിൽ കയറുന്നത്, ഇത് ആമസോൺ കാടാണോ? അപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം ഇരിക്കുകയാണ്, ആമസോൺ കാട്ടിൽ കയറുന്ന ഒരു ഫീലാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേരം പോകണം? അവർ പറഞ്ഞു കുറച്ചുകൂടെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ കൊണ്ട് ഇറക്കി ചെന്നപ്പോൾ വേണ്ടേ നമ്മുടെ കൂട്ടത്തിൽ കുറേ അധികം ടീംസ് ആൾക്കാരുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു 7-8ഓളം രാജ്യത്തോളം പല വണ്ടികളിലായിട്ട് പല ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് എടുത്ത് ഇവരെല്ലാവരും കൂടി അവിടെ നിർത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ റെയിൻ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അവർ ആ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് പോലെ വട്ടം കൂടി അത് പറഞ്ഞു നമ്മുടെ പരിപാടി. അപ്പോൾ യാത്ര തുടങ്ങുവാണ്, നമ്മൾ കാട്ടിലേക്ക് പോവാണ്. കാടിൻ്റേതായ നിയമങ്ങളുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും നമുക്ക് ഇൻസെക്ട് സ്പ്രേസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ മസ്കിറ്റോ, എല്ലാ ഫ്യൂറിൻ്റെ വാക്സിനൊക്കെ എടുത്തതാണ്. സ്പ്രേ, ക്രീം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്യാപ്പ് ഉണ്ടായിരിക്കണം. എല്ലാവരും നമ്മളോട് നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നമ്മളെ ഒരു കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടുന്ന് ഒരു 10 മിനിറ്റ് നമ്മളെ വണ്ടി കൊണ്ട് ഇറക്കിയ സ്ഥലത്ത് അവിടെ ഒരു മരങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അവർ പറഞ്ഞു ഈ മരത്തിൻ്റെ ഇത്രോ ലെവൽ വരെ വെള്ളം വരാറുള്ളതാണ്. ഇപ്പം ഡ്രൈ സീസണാണ്, അപ്പോൾ 40 ഡിഗ്രി ചൂടാണ്, ഒരു 38-40 ഡിഗ്രി, നമുക്ക് നല്ലപോലെ വേർക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു ഇത്രയും ചൂടുള്ള സ്ഥലമാണ്, ഇത്രയും വെള്ളം വരുന്നതാണ്. അപ്പം അവിടെ ഇറങ്ങി നിൽക്കുമ്പം ഈ കുന്തക്കാലെ പോലെ ഇങ്ങനെ നമ്മുടെ ട്രീ ഹൗസ് പോലെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ? ഞാൻ പറഞ്ഞു ഇവിടെ മൊത്തം വെള്ളം കയറുന്ന സ്ഥലമാണ്, അപ്പം വെള്ളം വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പൊങ്ങിയും ഇതിനകത്ത് കിടക്കും, അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇവിടുന്ന് യാത്ര ചെയ്ത് ഒരുമിച്ച് അവിടെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ഒരു ചെറു വള്ളങ്ങളിലായിട്ട് 2 വള്ളങ്ങളായിട്ട് ഞങ്ങളെ കയറ്റി. ഇനി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്നാ പരിപാടി, അപ്പോൾ ഇതിലാണോ പരിപാടി, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോവുകയാണ്, അതിനുള്ള പരിപാടിയാണ്, ഒരു ഫ്ലോട്ടിംഗ് ഹൗസിലോട്ട് ആദ്യം കൊണ്ടുപോകുന്നു പറഞ്ഞു. നമ്മളെ 2 വള്ളത്തിലായിട്ട് ഒരു 10-15 മിനിറ്റ് പിന്നെ യാത്ര ചെയ്ത് ഈ ഫ്ലോട്ടിംഗ് ഹൗസിലോട്ട് ഇറക്കി. ആ ഫ്ലോട്ടിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കിച്ചണുണ്ട്, ടോയ്ലറ്റുണ്ട്, നല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആട്ടിത്യം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഹൗസ്. അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം കാണിച്ച് നമുക്ക് ടോയ്ലറ്റിൽ പോകാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ഫുഡ്, ഈ ഫ്ലോട്ടിംഗ് ഹൗസിലായിരിക്കും എന്ന് പറഞ്ഞു. അവർ വണ്ടിയിൽ ഓൾറെഡി ഒരു ഫുഡെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരുക. അപ്പോൾ വലിയ ഫിഷ്, പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം ഇവരെ കൊണ്ടുവന്ന് ഇവർ കുക്കിങ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, നമ്മൾ ഇനി അടുത്ത പരിപാടി നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോകാമെന്ന് പറഞ്ഞു. വീണ്ടും ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ വെള്ളത്തിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെളി വെള്ളത്തിൻ്റെ കളറാണ്. കൂടുതലുള്ള ഒരു ഡ്രോണൊക്കെ ഉണ്ട്, റൊമാനിയക്കാരൻ ഒരുത്തനുണ്ട്. അപ്പോൾ US നിന്നുള്ള ആൾക്കാരുണ്ട്, ബ്രസൽസിൽ നിന്നുണ്ട്, അങ്ങനെ കുറേ രാജ്യക്കാരുണ്ട്, ചൈനീസ് ആൾക്കാരുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ എൻ്റെ കൂട്ടത്തിൽ പോളെന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്കാരൻ ഒരു സാവോപോള എന്നുള്ള ഒരു ആളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഓസ്ട്രേലിയയിലെ കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ സംസാരിച്ച് വളരെ ഫ്രണ്ട്ലി ആയി. അദ്ദേഹം ഒരു ഫണ്ണി ആയിട്ടൊരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു
ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ക്രച്ചസിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ വള്ളത്തേൽ അടുത്തടുത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 10-20 മിനിറ്റോളം ഇങ്ങനെ ബോട്ടിൽ നമ്മൾ കൊണ്ടുപോയി. ഈ ടൂർ ഗൈഡ് ഭയങ്കര ഫണ്ണിയാണ്. അദ്ദേഹം നല്ലൊരു പ്രൊഫഷണൽ ഗൈഡാണ്. അദ്ദേഹം നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ 2 വള്ളത്തേലുണ്ട്. അവരിൽ ത്രോന്നിടത്തൊരു കത്തിയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു, അപ്പം അനോക്കോണ്ട അല്ല, എന്ത് സാധനം കണ്ടാലും ഞാൻ പിടിച്ച് നിങ്ങളെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഭയങ്കര നിങ്ങൾ സംസാരിക്കരുത്, ഉറക്കെ സംസാരിക്കരുത്, കാടിൻ്റെതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്നു. ഈ അടുത്ത് കരയോടെ അടുത്തേക്കും നമ്മുടെ ഈ ചെളിക്കട്ട എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുക. വള്ളം കൊണ്ട് ഇങ്ങോട്ട് ഇതിലോട്ട് അടുപ്പിച്ചെന്തെങ്കിലും ചിലർ ആദ്യം ഇറങ്ങിയവരൊക്കെ ഇദ്ദേഹം അങ്ങോട്ട് കയറ്റി മാക്സിമം അങ്ങോട്ട് പുഷ് ചെയ്ത് കയറ്റി വള്ളം അങ്ങോട്ട് കയറ്റിയെങ്കിൽ തന്നെ മോട്ടർ ഘടിപ്പിച്ചിട്ടാണ് ഈ വള്ളം ഇങ്ങനെ പോകുന്നത്. കയറ്റിയെങ്കിലും ചിലർ തെന്നുന്നുണ്ട്. അപ്പോൾ അവർ ചെറിയ പടികൾ ഇട്ട് കൊടുത്തു. ഈ കവുങ്ങിൻ്റെ പോള പോലത്തെ ചെറിയ സാധനങ്ങളും ഇട്ട് കൊടുത്തു. നമ്മളെല്ലാവരും ഇറങ്ങി വള്ളം അവിടെ ഇവിടെ ലോക്ക് ചെയ്തിട്ടു. നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കടലേക്ക് കയറുകയാണ്. അവർ പറഞ്ഞു ഒരു 6-7 കിലോമീറ്റർ നമ്മൾ ഉള്ളിൽ പോകുന്നുണ്ട്, സാധാരണ പോകുന്ന ട്രെക്കിംഗ് ആണെന്ന് പറഞ്ഞു. കടലേക്ക് കയറിയപ്പോഴത്തേക്ക് ആകെപ്പാടെ സീൻ അങ്ങോട്ട് മാറി. സ്വല്പം അങ്ങ് നടന്നേ ഉള്ളൂ. ഞങ്ങൾ കയറിയത് ഒരു വീട് പോലൊരു സ്ഥലത്തിലാണ് കയറി അങ്ങോട്ട് പോയത്. ഇവർ ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും, ആദിവാസികളുടെ ആൾക്കാരൊക്കെ ഉള്ളതാണല്ലോ. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളങ്ങ് പോയി. കുറച്ചങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ കാപ്പിക്കമ്പ് പോലത്തെ ഇങ്ങനെ വണ്ണം കുറഞ്ഞ കമ്പുകളും ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ ബുഷിനകത്തൂടെയാണ് നമ്മളിങ്ങ് പോകുന്നത്. കാടാണല്ലോ. കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലയിലൊക്കെ ഉടക്ക് വീഴുന്ന രീതിയിൽ ഇങ്ങനെ മുള്ളും ഇങ്ങനെ വളഞ്ഞ് വേരുകൾ ഇങ്ങനെ ചുറ്റി നിൽക്കുക. ഒരു കാല് വെക്കുന്നത് കറക്റ്റ് മേളിൽ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് തട്ടിയരച്ച് വീണാലോ നമ്മളെ കാത്തിരിക്കുന്നത് ഈ പോകുന്ന വഴിയിൽ ഇത്രച്ചോ നീളത്തിലുള്ള മുള്ളുകളാണ്. ഈ നാരായ മുള്ളൊക്കെ പോലെ തന്നെ നാരകത്തിലുള്ള ഈ ചെറിയ മുള്ളിൻ്റെ 2 സെൻറ്റിമീറ്റർ നീളം അതിൻ്റെ വലിയ നീളത്തിലുള്ള മുള്ളാണ്. അതിങ്ങനെ കയറിയല്ല അവസ്ഥ. അതിങ്ങനെ ചുറ്റും നിൽക്കുക അതിൻ്റെ സൈഡിൽ കൂടെ. അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മളിങ്ങനെ കയറി തൊട്ട് കീഴേ ഇങ്ങനെ റായായിട്ട് നിൽക്കുകയല്ല, ഇതിൻ്റെ സൈഡ് വഴി നിൽക്കുക. നമുക്ക് ഒരിടത്തൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നിട്ട് ഇച്ചിരി കൂടെ കയറി കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു നിലത്തുനിന്ന് ഒരു തടിയുടെ കഷ്ണം എടുത്തിട്ട് അവിടെ ഇച്ചിരി വെള്ളം കെട്ടി, കാരണം അവിടെ എല്ലാം വെള്ളം മുങ്ങി കിടക്കുന്ന സ്ഥലമാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. മുങ്ങി കിടക്കുന്നതാണ്, ഈ മരത്തിൻ്റെ ഒപ്പം പൊങ്ങുന്നതാണെന്ന് പറഞ്ഞു. അപ്പം വെള്ളം ഇറങ്ങിപ്പോയതാണ്, ഇപ്പോൾ ഡ്രൈ. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒരു ചെറിയൊരു കുഴിക്കകത്ത് ഇങ്ങനെ കിടക്കുക, കുറേ നീളത്തൊരു കാന പോലെ കിടക്കുക, തോട് പോലെ. അപ്പോൾ ആ വെള്ളം കിടക്കുന്ന ഇതിലൂടെ എടുത്തൊരു ഒറ്റ കയറ്. അപ്പോൾ അത് വെള്ളം എറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാധാരണഗതിയിൽ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും മീനോ എന്തെങ്കിലും സാധനം വന്ന് വെട്ടുമെന്ന് പറഞ്ഞു. അതിനകത്ത് എന്നാ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വെട്ടിയില്ല. പറഞ്ഞു ഒന്നും കാണുന്നില്ല. അത് ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക എന്തെങ്കിലും വെട്ടുമെന്ന് ഓർത്തുണ്ട്. ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് പതുക്കെ നടന്നു. കുറേ നടന്നപ്പം ചോദിച്ചു, വലിയൊരു മരം കാണിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാണുന്നതാണ് റബ്ബർ മരം. നിങ്ങൾക്കറിയാവോ റബ്ബർ മരം ഇവിടുന്നാണ്? അപ്പോൾ ഞാൻ ഇതാണ് റബ്ബർ മരമോ? ഇത് റബ്ബറിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇവിടുന്നാണ് റബ്ബർ ആദ്യം വന്നത് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഓഹോ, നോക്കിയപ്പോൾ ഭയങ്കര വണ്ണമുള്ള ഭയങ്കര പൊക്കത്തിലുള്ള റബ്ബർ മരങ്ങൾ. അതുപോലെ തന്നെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ഈറ്റയുടെ കമ്പ് ഇങ്ങോട്ട് വെട്ടിയിട്ട് ഒരു ഇത്ര നീളത്തിൽ നമ്മുടെ ചൂരലിലൊക്കെ വെട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താണ്? ഒരു മരത്തോട് ചേർന്നൊരു പുറ്റു പോലെ സംഭവം ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇദ്ദേഹം ഈ ചൂരക്കമ്പ് ഇങ്ങനെ ഇറക്കി. നമ്മളിങ്ങനെ അതായത് വട്ടം ചുറ്റി ഇറക്കുന്നത്. ഇറക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ എടുത്ത് നോക്കി. എന്നിട്ട് പുള്ളിയുടെ തലയിൽ ഇങ്ങനെ ഒരു ഹെഡ്ലൈറ്റ് ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റ് അടിച്ചു. ഇതിങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു വലിയൊരു എട്ടുകാലി, കറുത്തൊരു എട്ടുകാലി. ഇത് കണ്ടപ്പോൾ എല്ലാവരും ആൾക്കാരൊന്ന് പുറകോട്ടൊന്ന് ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് വലിഞ്ഞു. അപ്പം ഇത് കടിക്കുമോ? നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള റെഡ് ബെല്ലി അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഭയങ്കര പോയിസണസ് ആണ്. അപ്പോൾ ഇവിടുത്തെ സാധനമല്ല, ഇവിടെ എല്ലാത്തിനും വിഷമാണല്ലോ. ആകെപ്പാടെ ഇങ്ങനെ പേടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അദ്ദേഹം ഇതെങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തു. ഇതിനെ എടുത്ത് കാണിച്ചു തന്നിട്ട് അദ്ദേഹം അതിനെ അങ്ങോട്ട് മാറ്റി വിട്ടു. അങ്ങനെ ഇതെല്ലാം നമ്മൾ കണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു മരത്തിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഉറുമ്പുകൾ ഇങ്ങനെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെന്തിനാണെന്നറിയാമെന്ന് ചോദിച്ചു. ഈ ഉറുമ്പിനെ നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് ഞെരടിയിട്ട് നിങ്ങളുടെ കയ്യിലും കാലിലും ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊതു കടിക്കത്തില്ലെന്ന് പറഞ്ഞു. യാതൊരു ഇൻസെക്റ്റും നിങ്ങളെ കടിക്കത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി നല്ല സ്പ്രേ നല്ലപോലെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കയ്യിലും കാലിലും എല്ലാം മുഖത്തിലും ഈ കഴുത്തിലൊക്കെ നമ്മൾ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്തു. ചിലരൊക്കെ ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം അടിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ കുറേ നടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ മരത്തിൻ്റെ ചെല്ല ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെ കണ്ടു. അപ്പോൾ ഒരു മിണ്ടരുത്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഈ ചില്ല വഴി പ്രത്യേകതരം കുരങ്ങന്മാർ ഇങ്ങനെ ചാടി പോകുന്ന കണ്ടു. പ്രത്യേകതരം കുരങ്ങന്മാരാണ്. പിന്നെ യാത്ര തുടർന്നു. കുറേ ദൂരങ്ങൾ ഇങ്ങനെ കിലോമീറ്റർ നമ്മളിങ്ങനെ നടന്നങ്ങ് പോവുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സിഗ്നൽ കാണിക്കും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പം ഈ മരത്തിൻ്റെ ഈ കവട്ട വഴിയിൽ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് നോക്കിയാൽ കാണത്തില്ല കേട്ടോ. ഇത് ഒരു സാധനം ഇങ്ങനെ തടിച്ചിങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതൊരു മൃഗമാണ്. അത് രാത്രിയിൽ ഫുൾ ടൈം നൊക്ടേണൽ ജീവിയാണ്. പകൽ മൊത്തം ഉറങ്ങുമായിരിക്കും, രാത്രി മാത്രമേ ഇത് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെയും കണ്ടു. പിന്നെയും നമ്മൾ നടപ്പായി.
ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഇൻഫർമേഷനാണ്. ഒരു മരത്തിൻ്റെ ഒരു വേര് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഈ മരത്തിൽ ഇങ്ങനെ ചുറ്റി കിടക്കുക. എന്നിട്ട് പറഞ്ഞു ഇതെന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല അറിയത്തില്ല, ഇതാണ് റെഡ് ബുള്ള്. നിങ്ങൾക്ക് അറിയാമല്ലോ റെഡ് ബുള്ള്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ റെഡ് ബുള്ള്. ഇതിൻ്റെ ഈ സത്ത് ചെയ്തെടുക്കുന്നതാണ് റെഡ് ബുള്ള്. സെയിം ആ എനർജി കിട്ടാനുള്ള ഇതാന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടു. ഞങ്ങൾ നടപ്പ് തുടങ്ങി. നടന്ന് വീണ്ടും ഇങ്ങനെ മരങ്ങളൊക്കെ കയറി ഒരു മല കയറുന്നു, പിന്നെ അത് ഇറങ്ങുന്നു, ഇങ്ങനെ കുറേ, പിന്നെ ഒരു പാലം കിടക്കുന്നു. ഈ പാലത്തിലൊക്കെ നടക്കുന്ന ഒറ്റയടി പാലമാണ്, ഒരു വീതി കുറഞ്ഞൊരു പിന്നെ ചീമപുരിക്ക് പോലെ ഇങ്ങനെ ഒരു വണ്ണം കുറഞ്ഞൊരു പാലം. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട്, ഞാനും നോക്കി എല്ലാവരും വളരെ എല്ലാവരും ഒരുപോലെ തന്നെ, ആണുങ്ങളും പെണ്ണുങ്ങളും യാതൊരു വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ കടന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നടന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം, നിങ്ങൾ മടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ആരും ഒന്നും മിണ്ടുന്നില്ല. മടുത്തൊന്നും ചോദിച്ചിട്ടില്ല, ആൻസർ ഒന്നിനും യെസ്സും ഇല്ല നോയും ഇല്ല. അപ്പോൾ ഒരു അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു ദേ ഈ കാണുന്നതാണ് ഒരു കങ്ങൂല സാധനം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതാണ് അസായ്ബറി. നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാവർക്കും അറിയാം അസായ്ബറി എന്ന് വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് ഐസ്ക്രീം, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ളതാണ്. ഇതിൽ നിന്നാണ് ഈ കവുങ്ങ് പോലെ ഇതേ നിന്നാണ് അസായ്ബറി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒരു കൈ കൊണ്ട് പിടിച്ചാൽ എത്തത്തില്ല. അതുപോലെ കവുങ്ങിൻ്റെ അതേ ഒരു പ്രകൃതമുള്ള സ്ഥലം. അതേ പോയി തട്ടി നോക്കി വീഡിയോ ഒക്കെ എടുത്തു. ഞാനും തിരിച്ച് നേരെ ഇങ്ങ് പോകുന്നു. അപ്പോൾ അതിന് അടുത്തായിട്ട് തന്നെ എല്ലാവർക്കും ടാർ ഫെൻസിങ് എന്നാണ് പറയുന്നത്. ഒരു വലിയൊരു വള്ളി മരത്തിനോട് ചേർന്ന് തന്നെ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഈ വള്ളിയിൽ 2.5 അടി പൊക്കത്തിൽ കണ്ടിച്ചു വിട്ടിരിക്കുക. ഒരു ഈ വണ്ണം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും വേണേലും ഒരു കുറ്റി ഇങ്ങനെ കമ്പ് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്, ഇതിലിങ്ങനെ ചവിട്ടിയിട്ട് ഊഞ്ഞാലാടാന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു ഓക്കെ ഞാനും ആടാന്ന് പറഞ്ഞു. എല്ലാവരും നെതർലാൻഡുകാരും ബ്രസൽസുകാരും എല്ലാവരും ഇതെല്ലാം ആടാൻ തുടങ്ങി, ഫ്രാൻസുകാരനൊക്കെ. അപ്പോൾ യുഎസുകാരൻ എല്ലാവരും ആടി. അപ്പം ഞാനും ആടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ ഊഞ്ഞാല കയറി കേട്ടോ. ആടുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആദിവാസികളെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആട്ടി അങ്ങ് വിടും. വലിയ രീതി ആട്ടത്തൊന്നുമില്ല, കാരണം ബുഷല്ലേ, അടിയിൽ കുറ്റിയിൽ എവിടെയും പോയി തന്നെ വീഴുകയും ചെയ്താൽ നമ്മളെ ചെറുതായിട്ട് നാട്ടി വിടും. നമ്മൾ ഒന്നോ രണ്ടോ ട്രിപ്പ് പോയി ഞങ്ങൾ പിന്നെ ആൾക്കാരെല്ലാവരും നേരെ തിരിച്ചു വരിക. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളവരെല്ലാം ആടി. ഞങ്ങൾ ഈ വന്ന വഴിയെ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. തിരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിടത്തോട് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ നമുക്ക് അങ്ങോട്ട് വന്നിടത്തോട് തന്നെ തിരിച്ചു നടക്കാറുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർക്ക് ഭയങ്കര ആകാംക്ഷ, ഇവിടെ ജാഗർ ഉണ്ടല്ലോ, അനക്കോണ്ട ഉണ്ടോ, ഇതൊക്കെ ചോദ്യം തുടങ്ങി. അപ്പോൾ പറഞ്ഞു നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ, ഇതൊക്കെ അവരൊക്കെ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അവരെ കാണുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സൈലൻ്റ് ആയിരിക്കും, നിങ്ങളുടെ ലെക്ക് കണക്കിരിക്കും. അപ്പം അവർ പറഞ്ഞു ഈ പിന്നെ ആദിവാസി പറയാണ് ജാഗർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്കാരെ അവർ ആക്രമിക്കുകയുള്ളൂ, കൂട്ടമായിട്ട് വരുന്ന ആൾക്കാരെ ഒരിക്കലും അറ്റാക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആകാംക്ഷയുടെ ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിവേ ലെറ്റ്സ് ഗോ. അപ്പോൾ ആൾക്കാർ മടുത്തു തുടങ്ങി. ഒരു 2 മണിയായ സമയം, നമ്മൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ തുടങ്ങിയ ട്രിപ്പാണ്. ആൾക്കാർ മടുത്തു, എല്ലാവർക്കും വിശക്കുന്നുണ്ട്. വെള്ളക്കുപ്പി 2 ലിറ്റർ വെള്ളം 1.5 ലിറ്റർ വെള്ളം ഇതൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്ന് നമ്മൾ വന്ന് ഭയങ്കര ചൂടും. നമ്മുടെ തലയിൽ സൂര്യനെ അടിക്കുന്നില്ലെങ്കിൽ പോലും തന്നെ നമുക്ക് ഭയങ്കര ചൂടുണ്ട്, ഭയങ്കരമായിട്ട് നമ്മളെ ഉഷ്ണിക്കുന്നുണ്ട്. നമ്മളങ്ങനെ തിരിച്ചു വന്നു. ഈ വള്ളത്തിൽ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് കയറി ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മളെ ഈ ഫ്ലോട്ടിംഗ് ഹൗസിൽ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഉച്ചഭക്ഷണമാണ്. ഈ ഉച്ചഭക്ഷണം നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് പോലെ തന്നെ ചോറും വലിയ ഫിഷ്, പിരാന ഫിഷ് പോലത്തെ വലിയ ഫിഷ് ഓൾറെഡി ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും പോർഷനായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ, ചോറും കറിയും പോലെ തന്നെ ഒരു വിഭവങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ആവശ്യത്തോടെ കഴിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുവാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. പെട്ടെന്ന് തന്നെ ബോട്ട് അടുപ്പിച്ചു, ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടെ കയറി, 2 വള്ളത്തേലായിട്ട് കയറി.
അടുത്ത പരിപാടിക്ക് പോവാണ്. നമ്മളിനി കാണാൻ പോകുന്നതാണ് പിങ്ക് ഡോൾഫിനെ. ലോകത്തിലെ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന പിങ്ക് ഡോൾഫിനെ കാണാൻ പറ്റുന്ന ഏരിയയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയാണ്, അരമണിക്കൂർ മിച്ചമുണ്ട്. നമ്മളെല്ലാവരും പതുക്കെ യാത്ര തുടങ്ങി അങ്ങ് പോവാം. ബോട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഈ ആമസോണിലെ വെള്ളത്തിന് ചില സ്ഥലത്ത് ഭയങ്കര കലങ്ങിയ വെള്ളമാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഡൈ കലക്കിയോ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ലെയറാണ്. നല്ല വെള്ളമാണ്, ഇത് നല്ല ക്ലിയർ വെള്ളം. പോയി ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോഴത്തേക്കും നമ്മളങ്ങനെ അകലെ ഒരു ബോട്ടിംഗ് ഹൗസ് കണ്ടു. നേരെ അങ്ങോട്ട് കൊണ്ട് നമ്മുടെ ഈ വള്ളം കൊണ്ട് അടുപ്പിച്ചു. ഓരോരുത്തരായിട്ട് ഇറങ്ങി. അപ്പം അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളുണ്ട്. ആ ആൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു സാധനക്കട പോലെ തന്നെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാം ഓരോരുത്തർക്ക്. അപ്പോൾ ഈ അവിടെ ഇങ്ങനെ ഈ വെള്ളം കലക്കുന്നവണക്ക് നേരെ ഈ മീനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കുന്നവണക്ക് തന്നെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നേരെ പിങ്ക് ഡോൾഫിൻ വരിക. എല്ലാവരും അവർ ഓൾറെഡി അഡ്വാൻസ് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാം, സ്വിമ്മിങ് അറിയാവുന്നവർക്ക് ഇറങ്ങാം. ഇനി സ്വിമ്മിങ് അറിയത്തില്ലേ പോലും ആ പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ മതി, നിങ്ങൾക്ക് പിന്നെ ഡോൾഫിനെ കാണുമോ തൊടുവോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോൾഫിനൊപ്പം നീന്താൻ അറിയുന്നവർക്ക് നീന്താമെന്ന് പറഞ്ഞു. എല്ലാവരും കുറേ പേരെടുത്തു. എൻ്റെ ഊഴമായി, ഞാനും ചാടി ഇറങ്ങി. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ചേട്ടൻ്റെ അടുത്തൂടെ, ഈ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്തൂടെ നമ്മുടെ കാലയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഈ ഡോൾഫിൻ വരുന്നത്. ഇത്രയും ഭീമമായ സംഭവത്തിനെ ഞാനൊരു ബർമുഡ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും സാധനത്തിന് ഇങ്ങനെ വട്ടം പിടിച്ചാൽ പോലും നിൽക്കത്തില്ല, അതുപോലെ വലിയ സാധനം. അത് ഇതിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിങ്ങനെ ഇളകി നിൽക്കുക. അത് നല്ല പിങ്ക് കളറുള്ള സാധനം. ഇതിട്ട് കൊടുത്തു. ഞങ്ങളുടെ കാലിൻ്റെ സൈഡിൽ കൂടെ ഇതിങ്ങനെ ഇടിച്ച് നമുക്ക് ഫീൽ ചെയ്യാം കാലിൽ ഇങ്ങനെ തട്ടുന്നത്. ഇതിങ്ങനെ നേരെ കാലിൽ കൂടെ ഇങ്ങനെ തട്ടി കയറി ഈ ചേട്ടൻ ഇങ്ങനെ മീൻ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. ഇതിനെ കളിപ്പിക്കുക. ഈ മീൻ ഇങ്ങനെ എടുത്ത് ചാടി വരുമ്പോൾ തോറും ഇവനിങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുകളിലേക്ക് കുതിച്ചിങ്ങനെ പോകും. ഇതിങ്ങനെ പല പ്രാവശ്യം ചെയ്ത് കളിപ്പിച്ചതിന് ശേഷമേ മീൻ ഇത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഫൈനലി മീൻ കൊടുത്തു കേട്ടോ. മീനെ കൊടുത്തു. പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. നമ്മൾക്ക് ആവശ്യത്തിന് നമ്മളെ കാണാനും ഓക്കെ, ആർ യു ഹാപ്പി, ടി വൺ മോർ, ഇതൊക്കെ നമ്മളോട് ചോദിക്കും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നീന്താം. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് സ്വിമ്മിങ് അറിയാം. അപ്പോൾ ഈ ആമസോൺ റിവറിൽ നീന്തിയിട്ടില്ല എന്ന് വേണ്ട, ഞാനൊന്ന് ഇച്ചിരി ഒരു 50 മീറ്റർ ചുറ്റും ഒന്ന് നീന്തിയതിന് ശേഷം ഒന്ന് മുങ്ങി കുളിച്ച് അവിടെ സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൈയൊക്കെ കഴുകി നമുക്ക് നേരെ കയറി ഇറങ്ങി. അവിടെ ഡ്രസ്സ് മാറാനുള്ള സംവിധാനമുണ്ട്. എല്ലാം ചെയ്തു. എല്ലാവരും തന്നെ പെട്ടെന്ന് പാക്കപ്പായി. അവിടെ ടീ, കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിക് സാധനങ്ങൾ മേടിക്കാനുള്ള സംവിധാനമുണ്ട്. ആദിവാസികളെ ആൾക്കാരാണ്, ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഉടനെ തന്നെ നമ്മളവിടുന്ന് എല്ലാവരും തിരിച്ചു കയറി നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമുക്കിനി പിരാന ഫിഷിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു 3-4 കിലോമീറ്റർ കൊണ്ടുപോയി ഒരു ഒരു മലയുടെ സൈഡിൽ ഇങ്ങനെ ഒരു ഓളിയിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയി. ഓളി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്നോട് നമ്മുടെ 2 ബോട്ടുകാരുണ്ട്. അപ്പോൾ ഇവർ ഈ ബോട്ടുകാരൻ അപ്പുറത്തെ ബോട്ടുകാരനോട് ഇങ്ങനെ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എന്തോ ഇങ്ങനെ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് കാണിച്ചു. കുറേ ദൂരമായി കേട്ടോ, ഒരു അരമണിക്കൂർ മിച്ചമായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവരിങ്ങനെ എന്തോ ഇവർ കണ്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ബോട്ടുകാരൻ നമ്മുടെ വള്ളക്കാരൻ മറ്റേ വള്ളക്കാരനോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് ഇവന്മാർ ഈ പിന്നെ വി ഷേപ്പിൽ ഈ വള്ളങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ചു. അപ്പോൾ അവിടെ വെള്ളം ഇറങ്ങി കിടക്കുക. ഇങ്ങനെ ചുമന്ന മണ്ണാണല്ലോ, ഇവന് കുത്തനെ ഇറങ്ങി കിടക്കുക. ഇങ്ങനെ മല പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇങ്ങനെ വി ഷേപ്പിൽ കിടക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി വി ഷേപ്പ്, കുത്തനെയല്ല, എന്നാൽ ഇങ്ങനെ ഒരു കയറ്റം പോലെ കിടക്കുകയാണ്. നമ്മൾ ഇറങ്ങിയാൽ ചിലപ്പോൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്, ചെളിയുണ്ട്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചേർത്ത് കരയോട് നിർത്തി അങ്ങനെ സ്ലോ ആയിട്ട് ഓൾറെഡി ഓഫ് ചെയ്തായിരുന്നു. ഇങ്ങനെ തുഴഞ്ഞിങ്ങനെ ലൈറ്റായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ കരയോട് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ആൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഒരു വി ഷേപ്പിലാക്കി. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും എന്തോ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടു, ഇങ്ങനെ ഈ കരയിൽ കൂടെ. ഈ ചേട്ടൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വള്ളത്തിൻ്റെ ഈ എഡ്ജിലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണല്ലോ. ഈ വള്ളത്തിൻ്റെ എഡ്ജ് ഇങ്ങനെ നമുക്കറിയാലോ. ഇദ്ദേഹം ഇതിലോട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ചാടി ഈ ചിങ്ങനി കുഞ്ഞിൻ്റെ തലയിലോട്ട് ഇങ്ങോട്ട് പിടിച്ചിങ്ങനെ പൊക്കി. ഞങ്ങൾ ഞെട്ടിങ്ങി പോയി, ഇതെൻ്റെ സംഭവം. നോക്കിയപ്പോൾ ഈമാര് നീളം, ഇത്രയും നീളത്തിൽ, ഒരു 1.5 അടി മിച്ചത്തിൽ, വാലിനാലും നീളമുണ്ട് കേട്ടോ. ഇതിന് തലയെ കൂട്ടി ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഞെക്കത്തില്ല, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തലയെ കൂട്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തിരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇതിനെ കൈ പിടിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള അവസരം കൊടുക്കും. ഇത് ഒരെണ്ണമല്ല കേട്ടോ, ഇതുകൂട്ട് പലതാണ്. പലത് ഇങ്ങനെ കരയെ കൂടി, ഇത് നമ്മളെ കണ്ടപ്പോഴത്തേക്കും കരയെ കൂടി ഇങ്ങനെ ഈ പാമ്പ് കയറുന്ന പോലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതിൻ്റെ അമ്മ എവിടെയെങ്കിലും കാണും കേട്ടോ, ഇതിൻ്റെ ജോഡി കാണും, നിങ്ങൾ സൂക്ഷിച്ച് നിന്നോളാൻ പറഞ്ഞു, പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും പേടിയായി. ഇത് കഴിച്ചിട്ട് തുപ്പാനും മേല, മതിച്ചിട്ട് ഇറക്കാനും മേല, കുഞ്ഞിനെയല്ലേ നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത്. ഇനി എന്നെ സംബന്ധിച്ച് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇത് ആമസോണിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചുമ്മാ ഒരു സൂവിൽ പോയി പിടിച്ചിരിക്കുന്നതല്ല. ഞാനും എടുത്തു കേട്ടോ, പോളും എടുത്തു, എല്ലാവരും അങ്ങോട്ടും എടുത്തു. എല്ലാവരും ആവശ്യത്തിന് ഇത് പിടിക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ ആവശ്യം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഫോട്ടോ ഒക്കെ എടുത്തെങ്കിൽ നിങ്ങൾ വിട്ടേക്കാൻ പറഞ്ഞു, അങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു, വെള്ളത്തിലേക്ക് വിട്ടാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പതുക്കെ വിട്ടു. വളരെ സന്തോഷത്തോട്, വളരെ ഹാപ്പിയായി. ആമസോണിൽ വന്നിട്ട് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തല്ലോ. ഇനി അനോക്കോണ്ട കിട്ടിയില്ലെങ്കിൽ ഇതെങ്ങനെയും കിട്ടിയല്ലോ. ആ ഒരു സന്തോഷത്തിൽ, ആ ഹാപ്പിയിൽ ഞങ്ങൾ അവിടുന്ന് ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്തു, വള്ളം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ നേരെ അവിടുന്ന് ഇറക്കി.
ഈ ഒരു വെള്ളം കയറി കിടന്നൊരു സ്ഥലമാണ്. അവിടുന്ന് ഞങ്ങളെ ഇറക്കി വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് ഒരു 4-4:45 സമയമായി. സന്ധ്യയ്ക്ക് 5 മണിയാകുന്നു. 6:30 ആകാതെ സൺസെറ്റ് ആകത്തില്ലെന്ന് ഓൾറെഡി അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു. അടുത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പം കാപ്പിക്കമ്പ് നീളത്തിൽ ഒരു 5 അടി നീളത്തിൽ 5-5 അടി നീളത്തിൽ ഇങ്ങനെ ഒരു കമ്പുകൾ ഒരു 8-10-15 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾക്ക് ചൂണ്ടയ്ക്കുള്ള പരിപാടിയാണ്. ഇതെല്ലാം ഒടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ചൂണ്ടയാണ്. അവിടുന്ന് വീണ്ടും ഒരു 3-4 കിലോമീറ്റർ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു തീരത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു കുറ്റിയിലോട്ട് ഇവരുടെ ചെയിനുണ്ട്, ആ ചെയിൻ കൂട്ടി ഇതിൽ ഉടക്കി. അപ്പോൾ തൊട്ടപ്പുറം തന്നെ ഒരു 10-15 അടി മാറ്റി അവനും ഇതുപോലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളും ഈ ചെയിനിൽ ഇതിങ്ങനെ ഉടക്കിയിട്ട് എല്ലാവരും ഈ മീനിൻ്റെ പീസുകൾ ലൈവായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കുഞ്ഞു ചൂണ്ടൽ ഓരോരുത്തർക്കും കൊളുത്തി ഇങ്ങനെ തന്നു. പിരാനയുടെ സ്വഭാവം ഇതാണ്, നമ്മൾ സൂക്ഷിക്കണം, ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ചെറിയ കൊളുത്ത്. കാരണം നമുക്ക് വലിയ പിരാനെ പിടിക്കാൻ പറ്റത്തില്ല, കാരണം വള്ളത്തിൽ ഇത്ര ആൾക്കാരിപ്പുണ്ട്. എല്ലാവർക്കും കൊളുത്തി തന്നു. ഓരോരുത്തർക്കും ഒരു ഇട്ട ഉടനെ ഓരോ രാജ്യക്കാർക്ക് ഇങ്ങനെ അടിച്ചു തുടങ്ങി. മീൻ പടപടാന്ന് ഭയങ്കര ഇത് നമ്മുടെ ഈ ഒരുമാതിരി കുറിച്ചുമീൻ പോലെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് തന്നെ കുഞ്ഞ് വറ്റയില്ലേ, കൊറ്റക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കുക. എല്ലാവർക്കും അറിയാലോ, ഇതിങ്ങനെ പടച്ചിങ്ങനെ കിട്ടും ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനെ കിട്ടുമല്ലോ, ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇട്ടിട്ട് എനിക്കും കിട്ടുന്നില്ല, ഓസ്ട്രേലിയക്കാരെ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്നില്ല. കുറേ നേരമായി വന്നിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ നിന്ന് എനിക്ക് പെട്ടെന്ന് ഉടക്കി ഓരോരുത്തനെ എനിക്ക് കിട്ടി, വലിച്ചു പൊക്കി ഇത് മീഡിയം ഒരു സാധനത്തിന് കിട്ടി. വളരെ ഹാപ്പിയായി. എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് ഒരെണ്ണം കിട്ടിയല്ലോ, അതിനെ എടുത്തു കാണിച്ചു, അവനും കാണിച്ചു, അവരുടെ കൊടുത്തു. പുള്ളിക്കാരൻ അത് എടുത്ത് തന്നിട്ട് വീണ്ടും വിട്ടു. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു 10-15 മിനിറ്റ് വീണ്ടും പോൾ നോക്കി കേട്ടോ. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വീണ്ടും കിട്ടി. അങ്ങനെ പിരാന ഫിഷിങ് അവിടെ കഴിഞ്ഞു. ഇതെല്ലാം അവിടെ കൂട്ടിയിട്ടു. എല്ലാവരുടെയും ചൂണ്ടക്കണയെല്ലാം മേടിച്ചു, ചുറ്റി കൈ കഴുകേണ്ടവർക്ക് കൈ കഴുകി നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുക. അപ്പോൾ സമയം 5:30-5:45 കഴിഞ്ഞു. ഒരു 6 മണിയാകുക. ശരിക്കും സൺസെറ്റിനുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് ആണ്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മളവിടെ കരക്കി കയറ്റി നമ്മളെല്ലാം ബാക്കിൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നമ്മൾ ഓരോരുത്തരെ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരോടും ബൈ പറഞ്ഞ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ചിലർ കെട്ടിപ്പിടിക്കുന്നു, ചിലർ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന നമ്പരൊക്കെ മാറി. ഞാനും എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ ടൂർ ഗൈഡ് നമ്മൾ വണ്ടിയിലോട്ട് കയറ്റി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഏകദേശം ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട്. ഞാൻ വന്ന് റൂമിൽ വന്ന സാധനങ്ങളെടുത്ത് ഫ്രഷപ്പായി. എനിക്ക് ഡിന്നർ കഴിക്കണം. ഞാൻ നേരെ പോയത് അവിടെ അടുത്തുള്ള എന്നോട് അവിടെ തന്നെ രാവിലെ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇവിടെ നല്ല ഹോട്ടലുണ്ട്, അവിടെ നല്ല ഫുഡ് കിട്ടും, അതുപോലെ തന്നെ അസായി ഐസ്ക്രീം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഒന്ന് ഡിന്നർ കഴിച്ചിട്ട് അസായി ഐസ്ക്രീം കഴിക്കാൻ വരാൻ തീരുമാനിച്ചു. അസായി ഐസ്ക്രീം അവിടെ ഉണ്ട്, വലിയ അസായി ഐസ്ക്രീമാണ്, അസായി ബെറി ഐസ്ക്രീം. അപ്പോൾ നേരെ പോയി ഡിന്നർ കഴിക്കാൻ നോക്കി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ്ട് വലിയ ബ്രസീലിയൻ സാമ്പാ ഡാൻസ്. ഒരു കപ്പിൾ അവിടെ നിന്നിട്ട്, കപ്പിളാണെന്ന് തോന്നുന്നു, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവിടെ നിന്നിട്ട് നല്ല ഭയങ്കരമായ ഡാൻസ് അവിടെ നടക്കുക. അപ്പോൾ അത് ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം ഡാൻസ്, അതും ഭയങ്കര സ്റ്റൈലിൽ. അപ്പോൾ അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ നോക്കിയിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ഡാൻസ് ചെയ്യുന്നു. ആ പാട്ടിൻ്റെ ഇത് വെച്ചിട്ട് അവരുടെ കൈത്താളങ്ങളും അവരുടെ ആ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അപാരമായ മൂവ്മെൻറ്റ്സാണ്. ഭയങ്കര രസം. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. അവിടെ ഒരു 1/4 മണിക്കൂർ ഇരുന്നു. ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ അസായി ഐസ്ക്രീമിനോട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പൂട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ അസായി ഐസ്ക്രീം വെള്ളത്തിൽ മുങ്ങി ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ അസായി ഐസ്ക്രീം നടന്നില്ല. ഈ നല്ല ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ പോയി. എൻ്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത് പനാമയിലേക്കാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എനിക്ക് ബ്രസീലിൽ കിട്ടിയത്. വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബ്രസീലിലെ യാത്രകൾ, അവിടുത്തെ ഓർമ്മകൾ, എനിക്ക് കിട്ടിയ കൂട്ടുകാർ, എനിക്ക് കിട്ടിയ ബന്ധങ്ങൾ, ആ അഡ്വഞ്ചറസ് യാത്രകൾ എന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.